എല്ലാവർക്കും എന്നെ കാണുന്ന എല്ലാവർക്കും അറിയാന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എന്തുമാത്രം ഡാൻസ് കളിക്കാൻ ഇഷ്ടമെന്ന്. എന്നാൽ ഒരുത്തിപ്പൂരം പോലും അതിന് ടാലന്റ് ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഹാർഡ് വർക്കിലൂടെ തന്നെയാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ പണ്ടൊരു പ്രാവശ്യം ഞാനും ഷാസൊക്കെ കൂടി യൂട്യൂബിന്റെ ഒരു കളക്റ്റീവ് എന്ന് പറഞ്ഞ ഇവന്റിന് പോയപ്പോൾ അന്ന് അവിടെ വൃന്ദ അർജുൻ എന്ന് പറഞ്ഞൊരു കൊച്ച് ഇവന്റെ ടീമിലുണ്ടായിരുന്നു. 2 ടീമായിട്ട് തിരിഞ്ഞ് ഡാൻസ് ബാറ്റിലൊക്കെ ആയിരുന്നു. അപ്പൊ അന്ന് എന്റെ ടീമിന് ഓട്ടപ്പടല ഇവന്റെ ടീം തോപ്പിച്ച് കളഞ്ഞു. അപ്പൊ അന്ന് ഇവന്റെ ടീം ജയിക്കാൻ കാരണമായ കൊച്ചാണ് ഈ വൃന്ദ എന്ന് പറഞ്ഞത്. അപ്പൊ വൃന്ദയ്ക്ക് എറണാകുളത്ത് ഒരു ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട് ഗൈസ്. അപ്പൊ ആ ഡാൻസ് സ്റ്റുഡിയോയുടെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷമായി. അപ്പൊ 1 ഇയർ ആനിവേഴ്സറി ആണ് അവളിപ്പം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ അടുത്താണെങ്കിൽ അവള് വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ആനിവേഴ്സറി ആണ് വരുമോ? ഭയങ്കര കാര്യമായിട്ട് ചോദിച്ച കേസ് എന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ കേൾപ്പിച്ചു തരാം. അതായത് ആണല്ലേ ചേട്ടാ, പക്ഷെ എന്തായാലും വരണം കേട്ടോ, വരാൻ മാക്സിമം നോക്കണം കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പിള്ളേരിലാണെങ്കിൽ ചേട്ടൻ ഫാൻസ് കുറെ പേരുണ്ട്, അതുകൊണ്ട് എല്ലാരും വരുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരിക്കുക. നോക്കണേ മാക്സിമം. അതെ, ഞാൻ പറഞ്ഞു ഗൈസ്, ഞാൻ മാക്സിമം നോക്കാന്ന് പറഞ്ഞു ഗൈസ്. കാരണം നമുക്ക് മഴവില്ല് ഷൂട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിറങ്ങിയപ്പോൾ 7:30 മണിയായി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. അവിടെ പരിപാടി കഴിഞ്ഞോന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളെ ഭയങ്കര കാര്യമായിട്ട് വിളിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്നും തല കാണിക്കുന്നത് ഒരു കോമൺ കേർട്ടസി ആണല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് വൃന്ദയുടെ ഡാൻസ് സ്റ്റുഡിയോയുടെ ഫസ്റ്റ് ആനിവേഴ്സറി അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാം. അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഞാൻ ഏഞ്ചലിനെ എടുത്തിട്ട് എറണാകുളത്തിന്റെ നഗരവീഥികളിലൂടെ ഇറങ്ങിയത്. അങ്ങോട്ട് എത്തട്ടെ. എടാ ആര് വെയിറ്റ് ചെയ്യണ്? ആരാ നിങ്ങളൊക്കെ? എടാ എനിക്കൊന്നും കണ്ടുകൂടാ. ഇത് എന്താ ഇത്? അയ്യോ, ഇരുട്ട് മാത്രമേ കാണുള്ളൂടാ എനിക്ക്. അയ്യോ എടാ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാ? ചുമ്മാ ഇവിടെ ചെറിയ ഫംഗ്ഷൻ എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ ഞാൻ മാത്രമല്ല ഗൈസ്, ഇവിടെ കുറെ പിള്ളേരൊക്കെ ഉണ്ട്. എങ്ങനെയാടാ അകത്തോട്ട് പോകുന്നത്? എന്താടാ? ഇല്ലടാ, ആരും സ്പോയിലർ ഒന്നും അടിയില്ല. ഞാൻ കാണാൻ പറ്റില്ല, ഷൂട്ടിലായിപ്പോയി. ഞാൻ തീർന്നിട്ട് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ലാലേട്ടൻ വീണ്ടും തിരിച്ചു വന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കട്ട വെയിറ്റിംഗ് ആണ് അതൊന്ന് കാണാൻ വേണ്ടിട്ട്. ഹലോ, താങ്ക് യു മക്കളെ. ഇതൊക്കെ ആരാണെന്ന് അറിയാവോ? ഈ മാമന്മാര് നിന്നെ വൈറലാക്കാൻ പോവാ. നീ ഇതുവല്ലോ അറിയണുണ്ടോ? നിനക്കും വൈറലാവണോ? വൈറലായി കൊടുക്കൂ. ഇവന്റെ ഫേസ് ഒന്ന് ക്ലോസ് ആയിട്ട് എടുക്കൂ. എടുത്തോടാ. നോക്കട്ടെ, നിന്റെ ലിപ്സ്റ്റിക് നോക്കട്ടെ. ഓഹോ, ആരാ ഇട്ട് തന്നെ? ആരാ ലിപ്സ്റ്റിക് ഇട്ട് തന്നെ? അമ്മയാണോ? ബിന്ദു അമ്മയാണോ? ബിന്ദു അമ്മ ഇവിടെ കൊച്ചിന് നല്ല മേക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ബ്യൂട്ടീഷ്യൻ ആണോ? നമസ്കാരം ചേച്ചി. അതിന്റെ കലാപരിതെല്ലാം കാണിച്ചിട്ടുണ്ട്. എന്താ സ്വന്തമായിട്ട് ചെയ്താണോ? എന്നിട്ട് ബിന്ദു അമ്മ ഇട്ട് തന്നാണല്ലോ പറഞ്ഞത്. സ്വന്തമായിട്ട് ചെയ്താണോ? ഓക്കെ, സന്തോഷം. ആ മകളെ, വെൽക്കം വെൽക്കം. എടി, ഇതാണ് നീ ചെറിയ പരിപാടി എന്ന് പറഞ്ഞത്. ഈ നാട് മൊത്തം ഉണ്ടല്ലോ ഇവിടെ. അമ്മയാണ് എന്റെ അടുത്തൊരു ചെറിയ പരിപാടി ഇത്തിപ്പൂരം വരുമെന്നാണ് പറഞ്ഞത്. വെൽക്കം. ഇല്ല, ഫോട്ടോ എടുക്കണം, ഫോട്ടോ നമ്മളെ പിള്ളേരോട് ഫോട്ടോ. എന്തുവാടി ഇത്? നീ ആള് കാണൂല, ചെറിയ പരിപാടിയാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു പൊങ്കാലയ്ക്കുള്ള ആളുണ്ടല്ലേ? ഞാൻ വണ്ടി വന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു വലിയ ജനക്കൂട്ടം കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഹൈലൈറ്റ് ചെയ്ത നമ്മുടെ വീഡിയോസ് തന്നെയാണ് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാക്കുഷിന്റെ നമ്മുടെ പ്രാക്ടീസിന് വേണ്ടി വന്ന ആ ഒരു വീഡിയോയും അതുപോലെ തന്നെ നല്ല ആളുണ്ട് കേട്ടോ. ഭദ്രദീപം തെളിയിക്കാൻ പോകണം. ഇവിടെ കൊമളയുടെ മെഷീനൊക്കെ ഉണ്ട്. സള്ളി ആരെയെ കുറിച്ച് സംസാരിക്കുന്നു? വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ് വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നത്. ആരാണ് അദ്ദേഹം? കേട്ടില്ല? നമസ്കാരം. ഭയങ്കര ലൈറ്റ്. നമസ്കാരം. പക്ഷെ കൂട്ടിൽ ഒരാളും കൂടി ഉണ്ട്. ആരാ കൂട്ടിലാണ്? അത് കൂട്ടിലല്ലോ, കയ്യിലല്ലേ. ചാളി ഒന്ന് ചിരിയടേ. അഴുവി. ഞാൻ ബാക്കി കൂടെ അഴുവിട്ട് വരാം കേസ്. അർജുൻ ആർട്ട് സ്റ്റുഡിയോയുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് വൃന്ദ വിളിച്ചിട്ട്, ചേട്ടാ ഞങ്ങളുടെ കുറച്ച് കുട്ടികൾ കാണും, അപ്പൊ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവുമെന്ന് പറഞ്ഞ് കാറ് തുറന്ന് പുറത്തിറങ്ങിയപ്പോ 732 ക്യാമറ ഞാൻ എണ്ണി. അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം. ഇതാണല്ലോ ചെറിയ ഇവന്റ്. ഇത് നാട് മൊത്തം ഉണ്ടല്ലോ ഗൈസ്. നമ്മുടെ ചെറുക്കൻ കാവടി എടുത്തു, അതും വേല് കുത്തിയെന്ന് കാണിച്ചു കൊടുത്തേടാ.
അവൻ വേല് കുത്തിയെന്ന്. എടാ സത്യം പറയാൻ എനിക്ക് കയ്യും കാലും വിറച്ചിട്ട് വയ്യ. ഞാൻ ഇപ്പൊ തലയിറങ്ങി വീഴും. നീ തലയൊന്നും കറങ്ങി വീഴണ്ട മക്കളെ, ഒരുപാട് സന്തോഷം. നീ ആന്റീനെ എന്റെ ഒരു ആന്റി ഉണ്ട് അവിടെ അടുത്ത വീട്. ആന്റീനെ ശല്യം എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്തിട്ടുണ്ട് ഞാൻ ആന്റീനെ കാണാൻ വേണ്ടി. ആന്റിയുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് ഈ വീട്. ഞാൻ ആന്റിയോട് എപ്പോൾ വിളിക്കും പറഞ്ഞേ, ആന്റി അവിടെ ചെല്ല്, ഇടയ്ക്കൊന്ന് പറ എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1 പ്രാവശ്യം 2 പ്രാവശ്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ചേട്ടനെ കണ്ടിട്ട് ആദ്യം വിളിച്ചത് ഞാൻ ആന്റീരിയ. ആദ്യം വിളിച്ചത് ഞാൻ ആന്റി. അതെ, ആദ്യം വിളിച്ച എന്റെ ആന്റീരിയ. ഞാൻ ആന്റിനെ വിളിച്ച് കാര്യം പറയാം. ആന്റിക്ക് വളരെ സന്തോഷം. സത്യം പറയല്ലേ, ഇപ്പൊ കണ്ടില്ലേ നമ്മള്, കള്ളം പറയല്ലേട്ടാ. എനിക്ക് സത്യം ഭയങ്കര ഇഷ്ടമുള്ള ചേട്ടനാ. കയ്യും കാലും വിറച്ചിട്ട് പോയി. നീ എന്തിനാ ഇവിടെ ഇരിക്കണേ? ഞാൻ വ്ളോഗ് കാണുമ്പോ ഇവളും വന്നിരുന്ന് കാണും. ഇവള് കാണുമ്പോ പറയും ഇവളാണ് എനിക്ക് ആദ്യം കാണിച്ചത്. കാർത്തികേട്ടൻ ഫോണെന്ന് കാണിച്ചത് ആദ്യം കാണിച്ചത് ഇവളാ. മകളെ നിന്റെ പേരെന്നാ? ആരാ? ആദ്യാക്ഷരമൊക്കെ പഠിച്ചിട്ടുണ്ടോ? ആദ്യാക്ഷരമൊക്കെ പഠിച്ചിട്ടുണ്ടോ? നാണമൊക്കെ വന്നാ നിനക്ക്? എനിക്കൊരുമ്മ അയ്യടാ. പക്ഷെ എനിക്ക് പറ്റില്ല, കാരണം എന്റെ അമ്മാമ്മ മരിച്ചിരിക്കുക. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം കുത്തായിരുന്നതാണ്. നീ എപ്പോഴാ ആദ്യത്തെ വേല എടുക്കണേ? കഴിഞ്ഞ വർഷം മെയ് 12-ാം തീയതി ഞാൻ ഫസ്റ്റ് ഷൂട്ട് എടുക്കുന്നത്. ആണോ? സന്ദീപേട്ടനോടും വർഷ ചേച്ചിയോടും എല്ലാവരും, അച്ഛനോടും അമ്മോടും എല്ലാവരും അന്വേഷണം പറയണം. മെയിനായിട്ട് സന്ദീപേട്ടനോട് പറയണം, നാരായണക്കുട്ടി ചേട്ടനോട് പറയണം, വർഷ ചേച്ചിയോട് പറയണം, എല്ലാവരോടും പറയണം, എഡിറ്ററായിട്ട് പറയണം, എല്ലാവരോടും എന്റെ അന്വേഷണം പറഞ്ഞിരിക്കണം. ഞാൻ ഡൈലി ഹാഡ് ഫാനാണ്. ഇനി ഞാൻ വരും കാണാനായിട്ട്. കപ്രശ്ശേരിയിൽ വരുമ്പോൾ ഞാൻ എന്തായാലും വ്ളോഗ് കാണുമ്പോൾ ഞാൻ വരും. സത്യം പറയാൻ ഞാനിപ്പോ ശരിക്കും തലറിയും. ഞാൻ അത്രയും കൂടിയിരിക്കുക. നമ്മുടെ ചെറുക്കനാണ് അവൻ, കാവടിയൊക്കെ എടുത്തന്ന കേസ്. എന്നെ പലരും കളിയാക്കിട്ടുണ്ട്, എന്റെ കൂട്ടുകാരന്മാര് കളിയാക്കിയിട്ടുണ്ട്. നീ ഇങ്ങനെ കാർത്തിക് വീഡിയോ വെറുതെ ആണെന്ന് പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുണ്ട്. ബട്ട് ഐ ബിലീവ് യു. ഞാൻ മുരുകന്റെ ശരിക്കും ഒരു ഭക്തനാണ്. ഞാൻ പല പ്രാവശ്യം പഴനി പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചേട്ടൻ്റെ വ്ളോഗ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശൂലം. അപ്പം അമ്മ പറഞ്ഞു, വെറുതെ വാക്ക് പറയുന്നത് മുരുകൻ ഭയങ്കര വാശിയുള്ള കൂട്ടത്തിലാന്ന് പറഞ്ഞു. ഞാൻ കുത്തുന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഒരു അരമാസം 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പരിപാടി. ഞാൻ അങ്ങോട്ട് പോയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുത്തണ ഒരു പ്ലാനേ ഉണ്ടായില്ല. അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരൻ്റെ അച്ഛൻ ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായി. പുള്ളി കണ്ടിട്ട് വേറെ കുത്തി. ഈ ഷൂല് എൻ്റെ തന്നിട്ട് പോയി. ഞാൻ അതെടുത്ത് കുത്തിയത്. ഒരാഴ്ച കറക്റ്റ് എനിക്കത് നൊയമ്പ് ഞാൻ അറിഞ്ഞുകൊണ്ട് എടുത്തല്ല. ഞാൻ കുറച്ചാൾക്ക് മീനും അങ്ങനൊന്നും കഴിക്കാതെ ഞാൻ എടുത്ത ഒരാഴ്ച എനിക്ക് അറിയാണ്ട് എടുത്ത. എനിക്ക് തോന്നുന്നത് മുരുകൻ എനിക്ക് വേണ്ടി തന്നൊരു ഇതാണെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ എന്തിനാണ് പരിപാടി? ഇനി കേക്ക് കട്ടിങ് ഉണ്ടോ? ഇത് നിന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി കൊടുത്തു. രാമൂട്ടനോ? അവ അങ്ങനെയല്ല, നീ അങ്ങനെയല്ല പറഞ്ഞത്. എന്റെ പേര് അനുപ്രസാദ് എന്നാണ്. ആണോ? ഇനി എന്താ പരിപാടി? കേക്കോ? ബർത്ത്ഡേക്കും കൂടെ കഴിച്ചിട്ട് ചേട്ടൻ പോയാ മതി. എന്തിന്? ബർത്ത്ഡേ കേക്ക്. ഓ, അതും കഴിക്കണോ അല്ലേ? എടാ ബൈ ദ ബൈ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. ബർത്ത്ഡേക്കാണ് ആനിവേഴ്സറി അല്ലേ? നിന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം മറന്നു. ഞാൻ ആനിവേഴ്സറി മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു 100 പരിപാടിയുടെ ഇടയിൽ നിന്ന് ഓടി വന്നതാണ്. ഗൈസ്, ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണത്. ഇങ്ങോട്ട് വേണം ഇപ്പൊ ഇടിയും കേട്ടാ നിന്നെ ഓടിക്കളയാ. ഗൈസ്, കഴിഞ്ഞ വൃന്ദയുടെ ബർത്ത്ഡേക്ക് ഇവൻ ഗിഫ്റ്റ് ചെയ്തതാണ് അർജുൻ ആർട്ട് സ്റ്റുഡിയോ അല്ലേ? എടാ എന്തോന്ന് കെട്ടിയോണ്ടാ? നീ നാട്ടിലുള്ള കെട്ടിയോന്മാരെല്ലാം തള്ളക്കോളി അടുത്താളല്ലേ വരട്ടെ പറഞ്ഞേ. നിങ്ങളിപ്പോ ഡേറ്റ് എപ്പോഴാ? കല്യാണ ഡേറ്റ് ഒക്കെ പറഞ്ഞു അറിയാലോ, കാണുന്നുണ്ടല്ലോ. എടാ പക്ഷെ അത് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ട് നീ ചെയ്ത കേട്ടോ. എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? കാരണം ഞങ്ങളെ ലവ് മാരേജ് ആണ്. അപ്പം കോളേജ് മുതലേ ആള്
ഈ സ്റ്റുഡിയോ തുടങ്ങണം എന്നുള്ള പെട്ടെന്ന് തോന്നി എന്നാ പിന്നെ ഒരു ഡാൻസ് സ്റ്റുഡിയോ അങ്ങ് പണിതേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുങ്ങനെ ഒരു ചെറിയ ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങിയതാണ്. ഒരു പനമ്പള്ളിയിലേക്ക് ഒരു ദിവസം. പനമ്പള്ളിയിലാണോ? പനമ്പള്ളി. എനിക്കൊരു ഡാൻസ് പഠിപ്പിച്ച ഒരു റീൽ എടുക്കാൻ സെറ്റ് ഒരു നീ ഡാൻസ് പഠിപ്പിക്കില്ല? നന്നായി. അതെ, ഞാനും വളരെ കഷ്ടപ്പെട്ട് ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം ബുദ്ധിമുട്ട്. ഇന്നെങ്ങാനും കേക്ക് മുറിക്കുവോ? മുറിപ്പിക്കണം. അത് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേറൊരു പരിപാടി കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, സെറ്റ്. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, ഷാരുവും അനന്തുവും നമ്മുടെ അവിടുത്തെ പരിവാരങ്ങളെല്ലാം കൂടെ ഒരു സ്പോട്ടിൽ ഒരു റൂം എടുത്തിട്ടുണ്ട്. റൂമല്ല, അവളുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് എന്തോ ഒരു സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞ് ഫ്രീ ആണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനായിട്ടുള്ള പ്ലാൻ ഇരിക്കുകയാണ് ഗൈസ്. ബൈ ദ ബൈ, ഇതേ സെയിം വെന്യൂവിൽ വെച്ചാണ് അനന്തുവിൻ്റെയും ഷാരുവിൻ്റെയും അനന്തുവിൻ്റെ വീട്ടുകാർ നടത്തിയ റിസപ്ഷൻ നടന്നത്. എന്താടാ മാലേ കാർത്തികേട്ടാ, നീ എന്തിനാ ജാബ ചേട്ടൻ? അല്ല, അത് അവിടുന്ന് പേര് പറഞ്ഞപ്പോ മാറിപ്പോയതാ. ഞങ്ങൾ ആക്ച്വലി ഇവിടെ അർജുന സ്റ്റുഡിയോയില് ഡാൻസ് പഠിപ്പിക്കുന്ന ആൾക്കാരാ. ആണോ? എടാ നിങ്ങളൊക്കെ സാറന്മാരാടേ. ഓമ്പോ, ഡാൻസ് ഉണ്ട്, ഞങ്ങളെ പെർഫോമൻസ് ഉണ്ട് ആക്ച്വലി. നിങ്ങളത് എനിക്ക് വീഡിയോ ആയിട്ട് അയച്ചു തന്നാ ഞാൻ ഇപ്പൊ പോവാടാ. നിങ്ങളെ കാണണം. ഞങ്ങളെ കാണണോന്നാ? അല്ല, നിങ്ങളെ കാണണം. ഞാൻ നിങ്ങളുടെ ഡാൻസ് കാണണോന്നാ? അയ്യോടാ, ഒരുപാട് നേരം എടുക്കോടാ? അത് കഴിഞ്ഞ ഉടനെ ആണാ? എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞതല്ലേ. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോ എന്ന് പറയാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ആരുടെ അടുത്തും കേൾക്കാൻ പോവാത്തത്. അതാകുമ്പോൾ കേട്ടില്ലെങ്കിൽ നോ പറയണ്ടല്ലോ. ശരി, ഞാൻ കാണാടാ. അത് കേക്ക് കിട്ടി കഴിഞ്ഞോടെ കാണുമല്ലോ. ഓക്കെ, സെറ്റ്. എന്നാൽ ഇവരുടെ ഡാൻസ് കൂടെ കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ അവർ കേക്ക് മുറിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തോ ഒരു ഭീകരൻ ഇംഗ്ലീഷ് പാട്ടിനോടനുബന്ധിച്ച് അവൾ കേക്ക് മുറിച്ച് 1 വർഷം കൂടെ ഏജ് കൂടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് വൃന്ദേ. ഇതൊക്കെ മൊത്തം കാണിച്ചു തരണമെന്നുണ്ട് കേട്ടോ, പക്ഷെ കോപ്പിറൈറ്റ് കാരണം കാണിച്ചു തരുന്നില്ല. ക്ലാസിക് സെമി ക്ലാസിക്കൽ കഴിഞ്ഞ അടുത്തത് എന്തോ ഹിപ്പ് ഹോപ്പ് ഐറ്റം ആണെന്ന് തോന്നുന്നു. നീയാണ് പറഞ്ഞത് ഹിപ്പ് ഹോപ്പ് എന്ന്? അല്ലെങ്കിൽ അയ്യോ, കോപ്പിറൈറ്റ്. നല്ല ഡാൻസ് ആയിരുന്നു ഗൈസ്. പക്ഷേ എടാ, എന്റെ സംശയം ഇത് ഹിപ്പ് ഹോപ്പ് ആയിരുന്നു. സത്യം പറഞ്ഞാല് ഈ ഒരു ഡാൻസ് ആദ്യം എന്നെ പറ്റിച്ചു ഗൈസ്. ഇത് നല്ലതായിരുന്നു, കൊള്ളായിരുന്നു. ആണല്ലേ? താങ്ക്സ്. നല്ലൊരു കൈഡി സമ്മാനിക്കാം. നല്ലൊരു കൈഡി നൽകാം. പിള്ളേരെ പൊളിക്ക്. ഇവന്മാർക്ക് വേണ്ടിയാണ് ഗൈസ് ഇത്രയും നേരം കാത്തിരുന്നത്. എന്നതാടി ഇതൊക്കെ? ആലിബാബയോ? ആലിബാബി. നല്ല അടുത്ത നിന്റെ ഡാൻസ് ഉണ്ടോ? അപ്പൊ നല്ലതായിട്ട് കളിക്കും. ഞാൻ ഇറങ്ങുവാണ് മക്കളെ. ഓക്കെ, ശരി. അപ്പൊ ഒന്നുകൂടെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ആൻഡ് ഹാപ്പി ആനിവേഴ്സറി. അടുത്ത കല്യാണത്തിന് കാണാം. അതെ, പിന്നെ ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓ, ഒരു വിധം അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഓ, ചെറിയ ഫംഗ്ഷൻ. സത്യമായിട്ട് ഞാൻ ചെറിയ ഫംഗ്ഷൻ എന്ന് വിചാരിച്ചു പോയതാണ്. പക്ഷേ സന്തോഷം. പിന്നെ അവളുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം എൻ്റെ മൈൻഡിലില്ലായിരുന്നു ഗൈസ്. ആനിവേഴ്സറി അവരുടെ ബിസിനസ്സിൻ്റെ എന്നും പറഞ്ഞ് പോയതാണ്. എന്തായാലും പോയതിൽ സന്തോഷം. ഒരുപാട് പിള്ളേരെയൊക്കെ പരിചയപ്പെട്ട് അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമായി. പിന്നെ അവളുടെ ഹസ്ബൻഡ് എനിക്കിതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടടാ. നീ ഭയങ്കര ജെന്യൂനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നീ മുത്താണ്. വെറുതെ അവനെ കാര്യമായിട്ട് നോക്കിക്കോണം. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ സുഹൃത്തുക്കളെ, ഇനി ഞാൻ പറഞ്ഞ കണക്ക് ശരണ്യ ഒരു റിസോർട്ട് എടുത്തേക്കാണ് ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട്. അവളുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബാക്കി നമ്മളെ പടങ്ങളെല്ലാം ഉണ്ട്. അവിടെ കയറി അവരെയും കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാം. രാവിലെ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഒരു ദിവസം വർക്കൗട്ട് മുടക്കണില്ലേ, കൃത്യമായിട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഒക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ. ബട്ട് ഐ ആം സ്റ്റിൽ കണ്ടിന്യൂയിങ് ദ വർക്കൗട്ട്സ്.
നമുക്കിനി ആ റിസോർട്ടിലോട്ട് പോവാം ഗൈസ്. അവളുടെ വണ്ടി ഇതോ കിടക്കണം. അപ്പം ഇതായിരിക്കും റിസോർട്ട്. ശരൂ, ഓഹോ അളിയ എന്താടാ ഇവിടെ? അതോ ലോകത്തിൽ ഇരിക്കുകയാണോ നിങ്ങൾ എല്ലാരും? എടാ നീ എന്താടാ ഊട്ടിയിൽ പോണാ? ഛേ, ഗോവയിൽ പോണാ? എന്താ ഇവിടെ പരിപാടി? ചെസ്സാ? ഹലോ, സുഖമാണോ? നമസ്കാരം. നീ ചെസ്സൊക്കെ കളിച്ചു തുടങ്ങിയ മക്കളെ? 3-ാം ക്ലാസ്സിലാ? ഇതാരാണ്ടി ഇത്? ഓയ്യോ, ഓമ്പടോ, ഓപ്പ കിളിയാ? ആഹാ, ആ ഓക്കെ. പിന്നെ റിപ്പീറ്റ്. ആ ഓ ഓക്കെ. അപ്പൊ ഇതാ ഇതാ അത് മറ്റേ മനുഷ്യന്മാര്. മനുഷ്യന്മാരാ? എടി പടയാൾ, കാലാൾ, കാലാൾ. കുതിര എങ്ങനെ നീങ്ങും ചോദിക്കട്ടെ? ചാടും. എങ്ങനെ ചാടി പോയാണോ? ആ ഓക്കെ. അപ്പൊ അറിയാം, അത്യാവശ്യമൊക്കെ അറിയാം. അവളെവിടാ ശരണ്യൊക്കെ? ഉറങ്ങണ? പവർ നാപ്പാ? കണ്ണമ്പ്രൊന്നും ഇല്ലേടാ? ആണാ? ഓക്കെ ഓക്കെ. അപ്പം ഗൈസ് ഞാൻ ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ വല്ലതും ഉണ്ടാടാ? ഞാൻ അവിടെ തിന്നണ്ടെന്നും പറഞ്ഞ് വന്നതാടാ. എടി നീ എന്തുവാ അടി ഇവിടെ കഴിഞ്ഞ? ഇവിടെ ആരും അടിച്ചു വന്നിട്ടേക്കണ കൊണ്ടല്ലടാ. ആണോ? എടി ഹാർഡ് വർക്ക് ഓൾവേസ് പേസ്. അതെ. ഓ ഞാൻ കുറച്ച് നേരം ചില്ലടിക്കട്ടെ ഗൈസ്, എന്നിട്ട് വരാം. അമ്പോ കട്ട പോസ് റൊമാൻസും ഒക്കെ ഗൈസ്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ പോസ്റ്റ് ഞങ്ങളാണ് ഗൈസ്. ഞങ്ങൾക്ക് വിശക്കുന്നു. ഇവരുടെ ഇതൊക്കെ തീർത്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ. എന്തായാലും ഇവരുടെ കലാപരിപാടികളൊക്കെ തീർത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവും ഗൈസ്. അപ്പോൾ എല്ലാവരും ഒരു ടാറ്റ കൊടുക്കടാ. ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലവ് യു. നാളെ കാണാം. ബൈ ബൈ.